ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകും. പക്ഷേ വണ്ടി അതിനകത്ത് വെള്ളമൊക്കെ പറ്റി ഉണങ്ങി കഴിയുമ്പം നമ്മുടെ ടയർ മാത്രം അത്രയ്ക്ക് വൃത്തിയായി കാണാറില്ല. എങ്ങനെ നോക്കിയാലും ടയറിൽ ആ വരകളിലൊക്കെ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ എത്ര ഉരച്ച് കഴുകിയാലും അത് പൂർണ്ണമായിട്ടങ്ങ് പോവില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ടയർ നല്ല വൃത്തിയായിട്ട് നല്ല കറപ്പിച്ച് കഴുകിയെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ 2 ടയർ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലൊരു ടയർ നമുക്ക് സാധാരണ നമ്മൾ കഴുകുന്ന പോലെയും കഴുകാം. ഒരു ടയർ വേറൊരു ചെറിയൊരു കൂട്ടും കൂടെ കൂട്ടിയിട്ട് കഴുകാം. അപ്പോൾ ഏതാണ് നല്ല വൃത്തിയാവുക നോക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി വെച്ച ടയർ തന്നെയാണ്. എങ്കിലും കണ്ടില്ലേ, ഈ വരകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെളി കയറിയിരിക്കുന്നതാണെന്നില്ലേ. അപ്പോൾ ഈ ടയർ നമുക്ക് നോർമലായിട്ട് നമ്മൾ കഴുകുന്ന പോലെ സോപ്പ് പൊടി ഉപയോഗിച്ചൊന്ന് കഴുകാം. അപ്പോൾ ഞാൻ ചെറിയൊരു കുപ്പീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ടു. ഇനി അതിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് നമ്മളെ ടയർ ഒന്ന് നനച്ച് കൊടുക്കാം. ആദ്യം ഈ സോപ്പ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സോപ്പ് പൊടി നമ്മളെ ടയറിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അപ്പം എല്ലാ ഭാഗത്തും സോപ്പ് പൊടി ആയിട്ടുണ്ട്. ഇനി ഈ ടയറും നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. ഇതിലും കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വണ്ടി കഴുകുന്ന ഒരു ഷാമ്പു, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ സാധനം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അപ്പക്കാരമാണ്. ഈ അപ്പക്കാരം കൂടെ ലേശം ഇട്ട് കൊടുക്കാം. ഇനി ഇതും ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ടയറിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇനി 2 ടയറും ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, ആ സോപ്പ് പിടിക്കട്ടെ ശരിക്കും. ഇപ്പം 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടയറൊന്ന് നല്ലോണം ഉരച്ച് കഴുകാം. ഇപ്പം പരമാവധി ഈ ടയർ ഞാൻ ഉരച്ചിട്ടുണ്ട്. എത്രത്തോളം ക്ലിയറായി നമുക്ക് നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ തെളിഞ്ഞു വരിക. ഇനി നമുക്ക് ഈ ടയർ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ടയറും നമ്മൾ നല്ലോണം ഉരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വൃത്തി കാണുന്നുണ്ട്. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന്. അപ്പോൾ ഈ 2 ടയറും നമുക്ക് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ 2 ടയറും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യത്യാസം മനസ്സിലാകുന്നില്ലേ. ഈ ടയറിൽ നല്ല കറുപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു 90% ചെളിയും ഇളകിപ്പോയിട്ടുണ്ട്. ഈ ടയറിലേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ചെളി തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തെല്ലാം ചെളി പോയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സഫാരി എന്ന് എഴുതിയതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ പെയിൻ്റാണുള്ളത്. ഈ ഡിസ്കിന് അടിച്ചിട്ടുള്ള പെയിൻ്റാണ്. അതെന്തായാലും നമുക്ക് പോവില്ല. അതെങ്ങനെ കഴുകിയാലും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിലും ആ ഉള്ളിൽ കാണുന്നത് പെയിൻ്റാണ്. അതുപോലെ പാടാണ്. എങ്കിലും നല്ല വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. നമ്മൾ ആ ഷാമ്പൂ സോപ്പ് പൊടിയും അപ്പക്കാരം കൂടെ ഇട്ട് കഴുകിയ ടയറിന് നല്ല കളർ വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട്. ഈ ടയറിലേക്ക് വരുമ്പോൾ ഒരു മങ്ങൽ, ആ ഒരു ചെളീൻ്റെ ഒരു മഞ്ഞപ്പ് അതിൽ നന്നായിട്ടുണ്ട്. 2 ടയറും തമ്മിൽ നല്ല വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്പക്കാരവും ഷാമ്പൂ ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം നല്ലോണം ഉരച്ചു കഴുകണം, എങ്കിൽ മാത്രമേ ചെളി പൂർണ്ണമായിട്ട് പോവുള്ളൂ. കണ്ടില്ലേ, ഈ ടയറിന് നല്ല കറുപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പുറത്തെ ടയറിലേക്ക് വരുമ്പം ആ ചെളി കുറച്ച് ഉള്ളതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി നല്ലോണം വൃത്തിയിൽ കഴുകി കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കണ്ടീഷനിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കഴുകിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.